വി.ഡി. സതീശൻ മന്ത്രിസഭയിലെ മുഴുവൻ മന്ത്രിമാരെയും ഇന്നറിയാനാകുമെന്നാണ് സൂചന. കേരള കോൺഗ്രസിന് 2 മന്ത്രിസ്ഥാനം ഇല്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പായിട്ടുണ്ടോ? ഒരു മന്ത്രിസ്ഥാനവും ചീഫ് വിപ്പുമാണ് ഇപ്പോൾ ഉറപ്പിക്കുന്നത്. ഒപ്പം ടേം വ്യവസ്ഥയിലും അംഗീകാരമായിട്ടുണ്ട്. ഒപ്പം തിരുവഞ്ചൂർ സ്പീക്കർ പദവിയിലേക്ക് എത്തുകയാണ്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് തീരുമാനമായിട്ടുള്ളത്? ശ്രുതി, തീരുമാനങ്ങളെല്ലാം ഏതാണ്ട് ആയി കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് 2 മണിയോടുകൂടി തന്നെ ഈ ലിസ്റ്റ് ഉറപ്പാക്കും. അതിനുശേഷം ഗവർണറെ കാണും. ഇതിൽ പ്രധാനമായും വലിയ തർക്കങ്ങൾ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ തന്നെയും പൂർത്തിയായിരിക്കുന്നു. കേരള കോൺഗ്രസ് 2 മന്ത്രിമാർ വേണമെന്നുള്ളൊരു വാശിയിലായിരുന്നു. പക്ഷേ അവർക്ക് ഒരു മന്ത്രിസ്ഥാനം മാത്രമായിരിക്കും നൽകുക എന്നുള്ളൊരു കാര്യത്തിൽ ധാരണയായിരിക്കുന്നു. ഒപ്പം തന്നെ CP ജോൺ മുഴുവൻ സമയ മന്ത്രിയായി തുടരും. ഒപ്പം ടേം വ്യവസ്ഥയിലും മന്ത്രിമാരുണ്ടാകും. 2 ടേമിലായി അനൂപ് ജേക്കബും ഒപ്പം തന്നെ മാണി സി കാപ്പനും മന്ത്രിമാരായി മന്ത്രിസഭയിൽ അംഗങ്ങളാകും. ആദ്യ ടീമിൽ അനൂപ് ജേക്കബ് ആകും മന്ത്രിസഭയിൽ അംഗമാകും. അതിനുശേഷമായിരിക്കും 2ാമത്തെ ടീമിലായിരിക്കും മാണി സി കാപ്പന് അവസരം ലഭിക്കുക. എന്നാൽ ഇതിൽ ചെറിയ തോതിലുള്ള അസ്വാരസ്യങ്ങളൊക്കെ തന്നെയും നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് 2 മണിക്ക് മുമ്പായി തന്നെ ഇതിനകത്ത് ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമായി തന്നെ നടക്കുന്ന ഒരു സാഹചര്യമാണ്. ഒപ്പം തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സ്പീക്കർ പദവിയിലേക്ക് നിയോഗിക്കാനുള്ള ധാരണയും ഏതാണ്ട് എത്തിയിട്ടുണ്ട്. ഒപ്പം ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിലേക്ക് വരുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ആ ഒരു തീരുമാനത്തിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കുറവാണ്. ഷാനിമോൾ ഉസ്മാൻ മന്ത്രിസഭയിൽ തന്നെ അംഗമായി ഉണ്ടാകണമെന്നുള്ള ഒരു തീരുമാനത്തിൽ അല്ലെങ്കിൽ ആ ഒരു ചർച്ച തുടരുകയാണ്. 4 പേരാണ് നിലവിൽ അത്തരത്തിൽ മന്ത്രിസഭയിലേക്ക് വരുന്ന ഒരു സാഹചര്യത്തിലേക്കുള്ള ചർച്ചകൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഷാനിമോൾ ഉസ്മാൻ, T. സിദ്ദീഖ്, ഒപ്പം തന്നെ റോജി M. ജോൺ, ഒപ്പം തൃത്താലയിൽ നിന്ന് ജയിച്ചു വന്നിരിക്കുന്ന VT ബൽറാം. ഈ 4 പേരിൽ 2 പേർ മന്ത്രിസഭയിലേക്ക് അംഗങ്ങളായി എത്തും എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാക്കുന്ന വിവരം. അതിൽ ഉള്ള ചർച്ചകളാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 8 പേരുടെ കാര്യത്തിൽ കോൺഗ്രസ് മന്ത്രിമാരുടെ കാര്യത്തിൽ ധാരണയായി കഴിഞ്ഞിരിക്കുന്നു. ബാക്കിയുള്ള ഈ 2 പേരുടെ കാര്യത്തിലാണ് മൊത്തം 12 മന്ത്രിമാരാണ്. ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും ധാരണയായി കഴിഞ്ഞിരിക്കുന്നു. അതുകൂടാതെ 8 പേരുടെ കാര്യത്തിലും ധാരണയായിട്ടുണ്ട്. ഇനി 2 പേർ, അതിൽ ഈ 4 പേരിൽ ഈ 2 പേരാണ് മന്ത്രിസഭയിലേക്ക് വരിക എന്നുള്ളതാണ്. അതിനുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ലീഗിൻ്റെയും മന്ത്രിമാരുടെ കാര്യത്തിൽ അതിൽ ലീഗിന് 5 മന്ത്രിമാരെ നൽകിയിട്ടുണ്ട്. അത് 4ആക്കി ചുരുക്കണം തുടങ്ങിയിട്ടുള്ള ചർച്ചകളൊക്കെ ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു ഭാഗത്തുകൂടെ അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം അത് 5 മന്ത്രിമാർ എന്നത് കോൺഗ്രസ് ഒരിക്കലും ലീഗിന് ഉറപ്പ് കൊടുത്തതല്ല, സതീശൻ നൽകിയിട്ടുള്ള ഉറപ്പാണ് എന്നുള്ളതാണ് ഒരു വ്യാഖ്യാനമായി വന്നിരിക്കുന്നത്. ആ നിലയ്ക്കുള്ള ചർച്ചകളും ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നതോടൊപ്പം തന്നെ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ സ്ഥാനത്തേക്ക് മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ ആരെയെങ്കിലും നിയമിക്കുക, ആ നിലയ്ക്കുള്ള ഒരു ചർച്ചയും ഇതുമായി ബന്ധപ്പെട്ട് നടന്നു വരുന്നുണ്ട്. എന്തായാലും 2 മണിക്ക് മുമ്പായി തന്നെ ഈ ലിസ്റ്റ് മന്ത്രിസഭയിൽ ആരൊക്കെ ഉണ്ടാകും, അവരുടെ വകുപ്പുകൾ ഏതൊക്കെയായിരിക്കും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയായും പ്രധാനപ്പെട്ട ചർച്ചയായി അത് തീരുമാനത്തിലേക്ക് എത്തുക. അതിനുശേഷമായിരിക്കും ഗവർണറുടെ അടുത്തേക്ക് ഈ ലിസ്റ്റ് കൊണ്ടുപോകേണ്ടത്. അതുകൊണ്ട് തന്നെ 2 മണിയോടുകൂടി ഈ ലിസ്റ്റ് പ്രഖ്യാപിക്കും. അത് ഔദ്യോഗികമായിട്ടുള്ള വാർത്താ സമ്മേളനത്തോടെ തന്നെയായിരിക്കും അതൊരു പ്രഖ്യാപനമായി തന്നെ വരിക. അശ്വതി, ഒപ്പം തന്നെ 5ാം മന്ത്രി സ്ഥാനം എന്നുള്ള ഒരു നിലപാടിലാണ് മുസ്ലിം ലീഗ് ഉറച്ചു നിന്നത്. അക്കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ടോ? 5ാം മന്ത്രിസ്ഥാനം, അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നിലവിൽ നടക്കുന്നുണ്ട്. ഒരുപക്ഷേ ഈ ലീഗിൻ്റെ മന്ത്രിമാരുടെ എണ്ണത്തിലുള്ള അല്ലെങ്കിൽ ആ പ്രഖ്യാപനം വൈകുന്നതും ഒരുപക്ഷെ അതുകൊണ്ടാകും. 10:30 അവിടെ ഇന്ന് യോഗം ആരംഭിക്കും. അതിനുശേഷമായിരിക്കും അത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട അവരുടെ മന്ത്രിസഭയിൽ ആരൊക്കെ ഉണ്ടാകും, ലീഗിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നതിനെക്കുറിച്ചുള്ള ചർച്ച അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനം ഉണ്ടാകുക. ഒരു 11 മണിയോടുകൂടി അത്തരത്തിലുള്ള പ്രഖ്യാപനം നമുക്ക് ലഭ്യമാകും. എന്തായാലും അതുമായി ബന്ധപ്പെട്ട ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ ഇതാണ് ഒരു സാങ്കേതികത്വം ആയി പറഞ്ഞു വരുന്നത്. കാരണം 5 മന്ത്രിമാർ എന്നുള്ളത് അത് കോൺഗ്രസ് ഒരിക്കലും വാഗ്ദാനമായി നൽകിയതല്ല, മറിച്ച് വി.ഡി. സതീശൻ അന്ന് വാഗ്ദാനം നൽകിയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അത് ഇത്തരത്തിലൊരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഒപ്പം തന്നെ ഇതിൽ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ സ്ഥാനത്തേക്ക് അത് ആര് വരണം, അത് M.K. മുനീറിൻ്റെ പേരാണ് ആദ്യം പറഞ്ഞു കേട്ടിരുന്നതെങ്കിലും ആ നിലയ്ക്കുള്ള ഒരു കാര്യങ്ങളിലേക്കല്ല, മറിച്ച് VM സുധീരൻ ഉൾപ്പെടെയുള്ള ആളുകളെ ഒരുപക്ഷെ അതിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ഒരു ആവശ്യം അല്ലെങ്കിൽ ഒരു ചർച്ച കോൺഗ്രസിന് തന്നെ ഉയർന്നു വരുന്നൊരു സാഹചര്യമുണ്ട്. ആ നിലയ്ക്കുള്ള കാര്യങ്ങൾ കൂടി ഇതിൽ പരിഗണനാ വിഷയമായി മാറുന്ന ഒരു സ്ഥിതി ഉണ്ടാകും. എന്തായാലും അതിൻ്റെ ചർച്ചകളും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സ്വാഭാവികമായി നമുക്ക് പറയാൻ കഴിയുന്നത് ഈ കേരള കോൺഗ്രസിൻ്റെ കാര്യത്തിൽ 2 മന്ത്രിമാർ എന്നുള്ളത് അത് തീരുമാനം അതായിട്ടുണ്ട്. 1 മന്ത്രി മാത്രമേ ഉണ്ടാവുള്ളൂ കേരള കോൺഗ്രസിന് എന്നുള്ളത് ധാരണയായിരിക്കുന്നു. ഒപ്പം തന്നെ ടേം വ്യവസ്ഥയും ഇത്തവണത്തെ മന്ത്രിസഭയിൽ ഉണ്ടാകും. 2 ടീമുകളിലായി മാണി സി കാപ്പനും ഒപ്പം തന്നെ അനൂപ് ജേക്കബും മന്ത്രിമാരാവട്ടെ എന്നുള്ളതാണ് ധാരണ. അതിൽ ആദ്യത്തെ ടീമിൽ
അനൂപ് ജേക്കബ് മന്ത്രിയാകുന്നു, രണ്ടാമത്തെ ടേമിൽ മാണി സി കാപ്പനാകുന്നു. പക്ഷേ ഇതിൽ അവർക്കുള്ള അസ്വാരസ്യം അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം ഒറ്റ MLA മാത്രമുള്ള CP ജോൺ അദ്ദേഹത്തിനെ മുഴുവൻ സമയ മന്ത്രിയായി നിയമിക്കുന്നു. ഈ ടേം വ്യവസ്ഥ ഒറ്റ MLA ആയിട്ട് പോലും അദ്ദേഹത്തിന് ബാധകമാക്കിയിട്ടില്ല. തങ്ങളോട് അനീതി കാണിച്ചിരിക്കുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അവർ വ്യക്തമാക്കുകയും അവർ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ അതിനുള്ള തീരുമാനം ഈ നിലയ്ക്കാണ് ഉണ്ടായിരിക്കുന്നത്. CP ജോൺ മുഴുവൻ സമയ മന്ത്രിയാവും. ടേം വ്യവസ്ഥയിൽ അനൂപ് ജേക്കബും മാണി സി കാപ്പനും മന്ത്രിയായി തുടരാനുള്ള സാധ്യതയാണ് കാണുന്നത്. ശരി, AP ജോൺ തോമസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്. VD സതീശൻ മന്ത്രിസഭയിലെ മുഴുവൻ മന്ത്രിമാരെയും വകുപ്പുകളെയും ഇന്നറിയാം. കേരള കോൺഗ്രസിന് 2 മന്ത്രിസ്ഥാനം ഉണ്ടാകില്ല. ഒരു മന്ത്രിസ്ഥാനവും ചീഫ് വിപ്പ് സ്ഥാനവുമാകും ഉണ്ടാവുക. ടേം വ്യവസ്ഥയും ഉറപ്പിച്ചിട്ടുണ്ട്. ആദ്യ ടേമിൽ അനൂപ് ജേക്കബ് ആകും മന്ത്രിയാവുക. തിരുവഞ്ചൂർ സ്പീക്കർ പദവിയിലെത്താനും സാധ്യതയുണ്ട്. ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറായേക്കും. അൻവർ സാദത്തിന് പകരം IC ബാലകൃഷ്ണനും സാധ്യതയുണ്ട്. T സിദ്ദീഖിന്റെ കാര്യവും അനിശ്ചിതത്വത്തിലാണ്. ലീഗ് മന്ത്രിമാരെയും ഇന്ന് പ്രഖ്യാപിക്കും.